ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ടേസ്റ്റും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും അവർ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ സേമിയ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നീളമുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വരുന്ന സേമിയ എടുക്കുന്നതിനേക്കാൾ നല്ലത് നീളമുള്ളത് എടുക്കുന്നതാണ്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. നമ്മളെ നൂഡിൽസൊക്കെ പോലെ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിനെ ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. അന്ന് റോസ്റ്റ് ചെയ്ത ശേഷം പിന്നെ അതിലോട്ട് ഒരു കപ്പോ 3/4 കപ്പോ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് വേവിച്ച് ഇത് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കരുത്. ഇങ്ങനെ വിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളം ഒന്നുകിൽ ഇതിൽ നിന്ന് തന്നെ വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഊറ്റിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാനതേ പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട 1-2 എടുക്കാം. മുട്ടയുടെ കൂടെ നമുക്കിതിലോട്ട് ചിക്കൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചിക്കനും ഫ്രൈ ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതേ പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ചെറിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. രണ്ടും കുറച്ച് അളവ് വെച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അതൊന്ന് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമിയയും ചേർത്ത് കൊടുക്കാം. അത് കൈ വെച്ച് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് സ്പൂൺ വെച്ച് ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കൂടെ തന്നെ എരിവും ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സേമിയത്തിൽ മസാലയൊക്കെ പിടിക്കുന്നത് വരെ 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ നൂഡിൽസൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക.